തഞ്ചാവൂർ ജില്ലക്കാരി കച്ചേരിക്ക് വരേണ്ടി. മുക്കേൻ അദ്ദേഹത്തിൻ്റെ വീടാണത്. ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടാൽ ഇങ്ങോട്ട്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുള്ളത് എവിടെയാണ്? തിരുച്ചിയിലാണ്. തിരുച്ചിയിൽ നമ്മളൊരു ഗ്രാമത്തിലാണല്ലോ ഇന്നലെ കിടന്നത്. നമ്മളുടെ വണ്ടി അവിടെ കിടക്കുന്നു. നമ്മളിങ്ങനെ ഒരു ഗ്രാമത്തിലാണ് ഇന്നലെ കിടന്നത്. ഇതിങ്ങനെ ഒരു അതിൻ്റെ പോയിട്ടൊരു സംഭവം കാണാനുണ്ട്, നമുക്ക് പോവാതെ. അവിടെ ഒരു കേവ് കാണാനുണ്ട്. ആ കേവിനെ കുറിച്ചും ചെറിയൊരു കഥയൊക്കെ നമുക്കറിയാം. ഏതായാലും നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ഇന്നലെ വന്ന് നിർത്തിയെന്ന് പറഞ്ഞത് റോക്ക് ഫോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ താഴത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മേലേക്കൊന്ന് കയറണം. അവിടേക്ക് ചിലപ്പോൾ മൊബൈലും ക്യാമറയും ചിലപ്പോൾ അലോഡ് ഉണ്ടാവില്ല. ഞാൻ അലോഡ് ഉണ്ടോ അറിയില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ നിന്നുള്ള വിഷ്വലൊക്കെ ഉണ്ടാവും. ഇല്ലയെന്നാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയി വന്നിട്ട് അവിടുത്തെ ഒരു കഥ പറഞ്ഞു തരാം. അല്ലേ? ഇന്നലെ പറഞ്ഞ പോലെ. എന്നാൽ പിന്നെ ഞങ്ങൾ കയറി നോക്കട്ടെ. രാവിലെ ഒന്നും കഴിച്ചില്ല. ഇവിടെ തൊട്ടടുത്തുള്ള പബ്ലിക് ടോയ്ലറ്റാണ്. അപ്പോൾ അവിടെ പോയി കുളിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി പോന്നിട്ട് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം എന്ന് പറഞ്ഞാൽ 9 മണിയായി. വേഗം പോയി ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്നാക്കാൻ കരുതിട്ടോ. അല്ലേ? പുറത്തുനിന്നാക്കാം. ഏതായാലും ഇവിടെ കിടന്നുറങ്ങാൻ വലിയ ശല്യമൊന്നും ആരും ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. അല്ലേ? ഇതോ ഇതുവഴിയാണ് പോവുക. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി അവിടെ എങ്ങനെയായിട്ടാണ് സംഭവം. ക്യാമറ അലൗഡില്ല. അപ്പോൾ ക്യാമറ ഞങ്ങൾ വണ്ടിയിലേ വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ എവിടെ അതിനായിട്ട് ക്ലോക്ക് റൂമോ കാര്യമൊന്നുമില്ല, സ്റ്റോക്ക് റൂമൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വണ്ടിയിൽ തന്നെ വെക്കണത്. അപ്പോൾ അതിനു വേണ്ടി വണ്ടിക്ക് തന്നെ റിട്ടേൺ പോകേണ്ടി വെക്കുകയാണ്. ക്യാമറ അലൗഡില്ല എന്നല്ല, അവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ മൊബൈലിലൊരു വീഡിയോ എടുക്കണതിനൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഞാൻ മൊബൈലിൽ പറ്റുവാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇവർ ഓഫീസിലൊക്കെ പോയി പെർമിഷനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞത്. മറ്റെന്തെങ്കിലുമൊക്കെ ഈ വീഡിയോൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ വിഷ്വലും എല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാവും ഭാവിയിൽ. അതിനൊക്കെ ഉണ്ടല്ലോ. അതിന് നമ്മളിത് വണ്ടിയിൽ വെച്ചിട്ട് വരാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പോണത് പല്ലവർ റോക്ക് കട്ട് കേവ്. അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഇത് എന്താ പറയുക, ചെക്കന്മാർ പറഞ്ഞില്ല എന്നാലേ. അതായത് ഇവിടെ ഒരു ഗുഹയുണ്ട് പോലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടുന്ന് അതായത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തഞ്ചാവൂർ വരെ നീളമുള്ളൊരു ഗുഹയാണ്. പക്ഷേങ്കിൽ ഇപ്പം അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതിയതാ. വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചിയൊക്കെ ഇതാ ചിരകിക്കൊണ്ടിരിക്കുന്നു. വീടുകളൊക്കെ ഉണ്ട്, ഒക്കെ ഭയങ്കര തിക്നെസ്സിൽ കിടക്കുകയാണ് അല്ലേ. തിങ്ങി. പിന്നെ വീടുകളുടെ മുന്നിലൊക്കെ കോലമുണ്ട്. കൊല്ലം പൊട്ട് വച്ചിരിക്കേ പല ഡിസൈൻ രൂപം. അതിന് ഇതാണ് സംഭവം മക്കളെ. കൊള്ളാട്ടോ, സൂപ്പറാണ് അല്ലേ. അതിനുള്ളിൽ എന്തൊക്കെയോ വർക്കും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇതിനുള്ളിൽ എവിടെയാണ് ഗുഹ അറിയില്ല. ഇവിടെ ഒരു വീട്, ഇതിന് തൊട്ട് ചാരി വീടുണ്ട്. ഇവിടെ ഇതിലാണ് വഴി അടച്ചിട്ട്. സംഭവം അടിപൊളിയാണ്. എന്താ നല്ല നല്ല കൊത്തുപണികളൊക്കെ ആയിട്ട് ഇതിലെങ്ങനെ കയറിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ വഴികളെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൽ ഏതിൻ്റെ ഉള്ളിലും അറിയില്ല. ഏതായാലും ടണലാണ്, അടിയിൽ കൂടെ ഇങ്ങനെ ഭൂമി തുറന്നു പോകുന്ന വഴിയാണ്. അതാണ് ഇവിടെ മനസ്സിലായത്. ഇത് പക്ഷേങ്കിൽ അസാധ്യമാണ്, അടിപൊളിയാണ് അല്ലേ. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. സത്യത്തിൽ ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധമതം പോലെ അല്ലാതല്ല. ഇത് ഇവിടെ ഗണപതിയും ശിവനുമാണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ കൊത്തുപണികൾ കാണാൻ തന്നെ അല്ലേ നല്ല രസമുണ്ട്. പക്ഷേങ്കിൽ നമ്മളാ ഒരു ബുദ്ധൻ്റെ സ്റ്റൈലിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് വിഷ്ണു ഭഗവാനാണ് അല്ലേ. അങ്ങനെ വിഷ്ണുവിൻ്റെ അവിടെ ഗണപതിയെ കൊത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നല്ല ഭക്തരെ കൊത്തിയിട്ടുണ്ട്. നല്ല അങ്ങനെയൊക്കെ രസമാണ് കാണാൻ. അതൊക്കെ കൊത്തിയെടുത്തേക്ക്. പിന്നെ പില്ലുണ്ട്. ഇത് പാറ ഇങ്ങനെ നമ്മൾ മറ്റേ
എന്താ പറയുക KFC പോയില്ല നമ്മൾ മഹാരാഷ്ട്ര പോയെന്ന് കണ്ടില്ലേ അതേ ടൈപ്പിൽ തന്നെയാണ് സംഭവം കിടക്കുന്നത്. അങ്ങനെ കൊത്തിയെടുത്ത് തന്നെയാണ് ഇതും. അടിപൊളി അല്ലേ. അവനെ ഞങ്ങൾ ഇവിടുന്ന് ഇനി ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കണം. ആദ്യം എന്തെങ്കിലും കുക്ക് ചെയ്യണമല്ലേ, എന്തെങ്കിലും കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് നമ്മൾക്ക് അടുത്ത ദേശം നോക്കി അങ്ങനെ പോവാം. കുറച്ച് ദിവസമായില്ലേ ഫുള്ള് പച്ചക്കറി കറിയൊക്കെ അല്ലേ. ചിക്കൻ അടിക്കാം. 1/2 കിലോ ചിക്കന്, 1 കിലോ ചിക്കൻ മതി ഞങ്ങൾക്ക്. 2 നേരത്തിന് നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. പിന്നെന്താ ചിക്കൻ മേടിച്ചിട്ടോ 110 റുപ്യ. 1/2 കിലോന് 110, 1 കിലോന് 220. പിന്നെ അവിടെ ആകെ ഒരു ഈച്ച ഉണ്ടായിരിക്കും, ഒരു വൃത്തി വന്നത്. നമ്മൾക്ക് അതാണ് ഇവിടെ നിന്നൊക്കെ ഇജാതി സാധനങ്ങൾ വാങ്ങാൻ തന്നെ കിടക്കും. ആ പച്ചക്കറി പിന്നെ ഓക്കെ, പച്ചക്കറി കുഴപ്പമില്ല. ഇത്തരം ഇറച്ചികളെ ഇനി അവിടെ ആ വൃത്തിയുടെ അതിൻ്റെ ഇടയിൽ കൂടെ ആട്ടിൻ്റെ കാഷ്ടം മൊത്തത്തിൽ മക്കളെ വെള്ളം ഏകദേശം കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല അവിടെ നിർത്ത ഗ്രാമത്തിൽ നിർത്ത വെള്ളത്തിൽ ചായപ്പൊടി ഉണ്ടാവും. അതൊരു പാൽവെള്ളം. ചായപ്പൊടി ഇടണം, പാൽപ്പൊടി ഉണ്ടാ, അതൊരു പാൽവെള്ളമാണ്. നല്ല കാവേരി ആട്ടിൻ്റെ വെള്ളം. അതെ അപ്പടിയാ. കാവേരിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഫിൽറ്റർ ചെയ്താണ്ട് എപ്പോഴാർക്കും. നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ പോകുന്നത് തഞ്ചാവൂരിലേക്കാട്ടോ. തഞ്ചാവൂരാണ് നമ്മൾ പോണേ. ഇന്നത്തെ പരിപാടി തഞ്ചാവൂരാണ്. ഏതായാലും ഇപ്രാവശ്യം വെള്ളത്തിന് വല്ലാതെ കുടുങ്ങുന്നില്ല കേട്ടോ. എല്ലാം കൃത്യ സമയത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ പരിപാടി നമ്മളിവിടെ നിന്ന് ഇനി വെള്ളം എടുത്തിട്ട് ഒരു ഗ്രാമീണ റോഡ് കയറണം. അവിടെ നിന്ന് കുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ യാത്ര ആരംഭിക്കുള്ളൂ. തലവരെ എന്ത് പേരാണ്? வாட்டர் கோட்டரானாலும் வாட்டருக்கு தண்ணி இருக்காதுல. வாட்டர் ஆறுமுகம். சரி நாங்கள் வரட்டா. തഞ്ചാവൂർക്ക് പോകുന്ന ഹൈവേ ആണ്. ഹൈവേയിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ചീനിയാണ്. ചീനിയുടെ ചോട്ടില്ല, ഇത് ഇവിടുത്തെ ഒരു ചാലാണ്. പക്ഷേ നമുക്ക് ഇതിൽ എങ്ങനെയിട്ട് ഇറങ്ങി പോരാൻ വേണ്ടി കഴിയും. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. കുക്കിങ്ങിനെയാണ് നമ്മളുടെ പരിപാടി. ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ടല്ലോ, കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴുകണം. പിന്നെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചോറ് തിളച്ചുകൊണ്ടിരിക്കണം. അതിലേക്കുള്ള ഉള്ളി, തക്കാളി, അതുപോലെ മസാല കൂട്ടമാകുമ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മുടെ അടുത്ത് മറ്റേ ഇഞ്ചി ചതക്കണ സംഭവം ഉണ്ടായിരുന്നില്ലടാ. പക്ഷേങ്കിൽ എടുക്കാൻ മറന്നത്. അപ്പോൾ അത് പേര് അമ്മച്ചി ചിക്കൻ. അമ്മച്ചി ചിക്കൻ. ആണ്ട് അത് പൊളിയാണ്. അത് പൊളിയാ. അമ്മച്ചി ചിക്കൻ. ഓക്കെ, അമ്മച്ചി ചിക്കനാണ് പോലെ. ഏതായാലും ഞങ്ങൾ ചിക്കൻ കഴുകട്ടെ. ചിക്കൻ കഴുകിയിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ നേരെ അടുപ്പത്ത് വെക്കുക. വേറെ ഒന്നും ചെയ്യാമല്ലോ. കാരണം ഒക്കെ ഞാൻ ചിക്കൻ കഴുകി കഴിഞ്ഞാൽ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഒക്കെ അരിഞ്ഞ് വെച്ചു. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. പ്രാവശ്യം വലിയ വലിയ പീസാണല്ലോടാ. വലിയ പീസാണ് ഇത്. ഇന്നലെ ഞങ്ങൾ വാങ്ങിയ മാങ്ങയാണ്. അതായത് അതിൻ്റെ വലുത് 2 ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തിന്നിട്ടുണ്ട്. കാരണം നല്ല മധുരം. ഇതെന്താ അവസ്ഥ നോക്കാം. ഇതിമാനോ കുട്ടാ നീ കഴിച്ചോട്ടെ. നല്ല മധുരം. ഇതിനെന്താ ഒരു പേര് പറഞ്ഞത് ഈ മാങ്ങക്ക്? എന്തോ നാടിനെ കുറിച്ച്. ഇന്നാണ്ട് നാടിന് സേമിയ എല്ലാവരും പേരാണ്. റിച്ച് മധുരം. റിച്ച് മധുരമല്ല, അതൊന്നല്ല.
വേറെ എന്തോ ഒരു പേര് പറഞ്ഞു, ഏതോ ഒരു നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേരാണ്. എങ്കിൽ നമ്മളോടല്ല, ഒരു റോഡ് സൈഡിൽ നിന്ന് വിളിച്ചു പറയണ കേട്ടാണ് ഞാൻ. അപ്പോൾ എന്നാലും നല്ല ടേസ്റ്റാണ്, മധുരമാണ് ഈ മാങ്ങ. തിന്നാൻ തന്നെ കത്തൊക്കെ പൂണ്ട് പോണല്ലേ. എന്താ ആ ചതയ്ക്കണ സാധനം ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. അതായത് ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിങ്ങനെ നൈസായിട്ട് ഇതിലിട്ടൊന്ന് വാട്ടിയെടുക്കാം ആദ്യം. നമ്മച്ചി ചിക്കൻ കറി അല്ലേ? ഇച്ചറിയില്ല, ഞാൻ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടില്ല. ഇതാണ് അമ്മച്ചി ചിക്കൻ കറി എന്നൊക്കെ പറയുന്നത്. എന്താ അമ്മച്ചി ചിക്കൻ കറി ഉണ്ടോ? ഒരുവിധം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ ഇതുവരെയായിട്ട് പൊട്ടിച്ചില്ല. നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ചിക്കൻ വെക്കുന്നത്. ഇത് ചിക്കൻ മസാലയാണ്. ഇത് ശരിക്കും ഇവിടെ കൂട്ടത്തിലുണ്ടാവും, പക്ഷെ നമ്മൾ ഈ മസാല ചതയ്ക്കാൻ നമ്മൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ കാട്ടുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടൊക്കെ അറിയില്ല. ഇത് ഞാനിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ്. ഒക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ അല്ലേ ശരിയാവര് അല്ലേ കൂട്ടാ? അതേടാ കൂട്ടാ. കുറച്ച് വെളിച്ചെണ്ണ ഇല്ല. കാരണം ഞങ്ങൾ കുറച്ച് ദിവസമായി ഈ സാധനം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് വന്നപ്പോ കഴിച്ചതേ. അപ്പം അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുളക് കാറ്റിന് ഇപ്പൊ ഇന്ന് കുറവുണ്ടോ? കാറ്റിന് കുറവുണ്ട്. പക്ഷേ ഇന്നൊരു മൂടിക്കെട്ടി കാലാവസ്ഥയാണ്. കാരണം ഒരു ലൈറ്റ് ഇല്ല, ലൈറ്റ് കുറവാണെന്ന്. ലൈറ്റ് മൂടിക്കെട്ടി കാലാവസ്ഥയാണ്. ഇന്ന് രാവിലെ തന്നെ ഉണ്ട് അല്ലേ? പിന്നെ ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തല്ലേ, പാകത്തിന് വെച്ചിട്ടുള്ള വെള്ളം അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തോട്ടെന്ന് എഴുതിയിട്ടാണ് അടച്ചു കൊടുക്കാം. കാരണം നമ്മൾ കുക്ക് ചെയ്യുന്നത് മരത്തിൻ്റെ വീട്ടിലായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചാടി വീണ് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. തിളക്കുമ്പോൾ ഒന്ന് പൊന്തിച്ചിട്ട് തിളക്കിയാൽ മതി. ഓക്കെ, അപ്പത്തിന് ഞാൻ അവനെ ഊച്ചിയെടുക്കട്ടെ ചോറിന്. ഓക്കെ, എന്നടാ എന്നെങ്കിൽ പോക്കറേ. എന്താണ് ചിക്കൻ ചെറിയ സ്മെല്ലുണ്ട്. ചെറുതുള്ളൂല്ലേ ഗൈസ്? നമ്മുടെ അതിൽ മറ്റേ ഇഞ്ചി അതൊക്കെ കണാപ്പില്ലാത്തതുകൊണ്ടേ ചിക്കന് സ്മെല്ലും കാര്യമൊക്കെ കുറവാണ്. കാറ്റ് കൊണ്ടുപോയി ഇതൊക്കെ എടുത്തു വെക്കണമെങ്കിൽ നമുക്ക് അതെല്ലാം കഴിയണം. പിന്നെ നമ്മള് ബ്രെഡും ഒരുത്തിന് നമ്മൾ നേരെ വന്നായിരുന്നു. ആര്? ഒരുത്തിന് ആരാണ്? കാളയാ? അവനെ എറിഞ്ഞു ഓടിച്ചിട്ട്. ഇതിൽ ബ്രെഡും പിന്നെ റസ്ക്കും ഞങ്ങൾ വൈകുന്നേരമൊക്കെ ചായക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഇപ്പി നമ്മൾ പൊട്ടിച്ച് വെച്ച പാക്കാണ്, അതുകൊണ്ട് അത് വേഗം തീർക്കാം. അതായത് നാളെ ഒക്കെ ആയിട്ട് അത് വെച്ചിട്ട് തീർക്കണം, പൊട്ടിച്ച പാക്കായതുകൊണ്ട്. സാധനം റെഡി ആയിക്കണ്ടോ? അമ്മച്ചി ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. അമ്മച്ചി ചിക്കൻ കറി റെഡി റെഡി. അടക്കട്ടെ, ഇത് ഇവനെ അടച്ചെക്കാനാണ്. ഇവിടെ ഉണ്ട്. നീ ഇതൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷേ ചില നേരത്തെ ചില സാഹചര്യത്തിൽ അതിന് പറ്റാതെ വരികയാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നോക്കി നിങ്ങൾ, ചോറ് രണ്ടാക്കുള്ള ചോറ് രണ്ട് നേരത്തുള്ള എത്ര ചോറുണ്ട് ഇത്? ചോറിന് ഇതൊക്കെ തിന്നുണ്ടേ, ബാക്കിയാകണില്ല. ആകില്ല, ഒക്കെ തിന്നുണ്ട്. പക്ഷെ തടിമക്കാണ് പുഷ്ടിക്കുള്ളൂ. ചോറൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ കഴിക്കണ്ടേ. ഇതിപ്പോ ഇനി വേണമെങ്കിലും ഇടാം, കാരണം ചിക്കനുള്ള ഗ്യാപ്പ് വേണം. അതെ, ഓരോ കൊത്തിട്ടിട്ടേ ഈ രണ്ട് കൊത്തിട്ടിട്ട് ആണെങ്കിൽ പിന്നെ ഇടാം. എപ്പോട്ട് ഇറക്കിയിട്ടുള്ളൂ. സ്പൂണിൽ കോരി എടുക്കാം. പോണോളൂ. ലെഗ് പീസ് ഇருக்கு, അത് വേണമാ? ചിക്കൻ കറി അമ്മച്ചി പോട്ട ചിക്കൻ കറി. ഓ പൊടി, അങ്ങനെ പൊടി അതെയോ? നീ വേണമെങ്കിൽ എടുത്തോട്ടോ, വേണമെങ്കിൽ എടുക്കാലോ. വേണമെങ്കിൽ എടുക്കാം. ആകാശ് നേരത്തായി ആക്കോ.
நல்லா இருக்கும். சாப்பிடு. പറയാ நிறைய சாப்பிட்றா. അത് ഉടമ്പ് വറുത്തോ. അതായത് കുരുവി എന്ത് അങ്ങോട്ട് ചൂടാ ഇരിക്കടാ. നമ്മൾ മറ്റേ സാധനം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറവുണ്ട്. അന്ന് ചിക്കൻ വെച്ചില്ല നമ്മൾ ആന്ധ്രയിൽ നിന്നൊക്കെ, ആ ഒരു ടേസ്റ്റ് ഒന്നും ആയില്ല. ഇത് വേറെ ടേസ്റ്റാണ്. അമ്മച്ചീസെ ദുസ്ര ഞാൻ ആൻറ്റി വരുമ്പോഴാണിത് ഉസാറാണ്. അമ്മച്ചി കുഴപ്പമില്ല, ഓൾഡ് വെർഷനല്ലേ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് പറയാം. മക്കളെ അപ്പം ഞങ്ങളെ ഫസ്റ്റൊക്കെ കഴിഞ്ഞ് പോവാണ്. ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ടാക്കിയിട്ടെ. എന്ത് സംഭവം ഇതെന്താണ് ഇതില്? ഇതിൻ്റെ കറി അതിൻ്റെ കറ നമ്മളവിടെ കണ്ടിട്ടുണ്ടാവില്ല വീട്ടിൽ കൂടെ മറ്റേ പല്ലുവേനൊക്കെ പറ്റണ കാട്ടിലുണ്ടാണ്. അതിന് വേണ്ടി കൊള്ളി എടുത്തു നോട്ടെ ഒതുക്കെ വീർപ്പിച്ച അടുത്ത് വലുതാക്കി കുറച്ച് വലുതുണ്ടാക്ക്. അതാ പറയുവാണ് പോലെ. ഈ റോഡിൽ കയറിയിട്ട് വളരെ വിജനമായ സ്ഥലങ്ങളാണ്. അധികം വീടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഫ്രണ്ടിലായിട്ട് എന്തൊരു 3 കൂടി ജംഗ്ഷൻ ഉണ്ടോ എന്നും അറിയില്ല, പക്ഷേ ഇല്ല. ഇതിലിവിടെ വീടുകളൊന്നും ഇല്ല കേട്ടോ, വളരെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കുറേ പനയും അതുപോലെ തന്നെ മുൾച്ചെടികളും മാത്രമേ ഉള്ളൂ ഇതിൽ. അങ്ങനെയെങ്കിലും ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഗ്രാമവഴിയിൽ തന്നെയാണുള്ളത്. ഇതിലൊക്കെ ഇഷ്ടംപോലെ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടല്ലോ. ഇതൊരു വീടാണ് ഗൈസ് അല്ലേ? ഓല കൊണ്ട് മേഞ്ഞ നമ്മളെ ചെല്ലൻചേട്ടൻ്റെ ചായക്കട പോലെ ഓല കൊണ്ട് മേഞ്ഞൊരു വീടാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അതായത് നമ്മൾ ഈ ഊർക്ക് വന്നിട്ട് ഇവിടുന്ന് വേറെ വഴിയില്ല പോകാൻ, വേറെ ഒരു വഴിയില്ല പോകാൻ. இல்லைம்மா நாங்கள் ஊர் சுற்றி பார்க்க வர வந்தோம். நாங்கள் கேரளா. அப்போது இந்த கிராமத்துக்கு வந்தேன். இங்கே ஆளுங்கெல்லாம் பார்த்து இங்கே வீடெல்லாம் பார்த்து போகலான்னு வந்தேன். வேறு வழி இருந்தால் அந்த வழிக்கு மெயின் ரோடு போகலான்னு நினச்சேன். வேறு வழி இல்லை, அந்த വഴി மட்டும்தான். ഈ അമ്മ നമ്മൾക്ക് ഇവിടുന്ന് വെള്ളം തരുവാണ്. ഇതാണ് ആ വെള്ളത്തിൻ്റെ പൈപ്പ് കേട്ടോ. കാവേരി അത് കാവേരി ഇല്ലയാ? ഇതുവാ കുടിക്കരുത് നീങ്ക നല്ല വെള്ളം. ഇവരിതാ കുടിക്കില്ലെന്നാണ് പറയുന്നത്. നല്ല വെള്ളമാണ്. ഉങ്ക വീട് അത് തനിയാ ഇരിക്കേ? തനിയാവാ അത് തുല നമ്മളെ കോട എടുക്കുന്നുണ്ട്. അന്ന് ഈ കുടുക്കെടുത്തോ അതുകൊണ്ട് ഒഴിച്ചോ. അത് എടുക്കറേ തന്നെ ഉത്തരത്തിക്കാകെ. നല്ല വെള്ളമാണെന്നാണ് പറഞ്ഞത്. ഇവർ ഇവിടുന്ന് ഇതിന്നാണ് കുടിക്കൽ. ഈ വെള്ളമാണ് കുടിക്കൽ. ഇത് ഫുള്ളായിട്ട് ഗ്രാമമാണ്. അതായത് ഇതിലെ പോയി കഴിഞ്ഞാൽ വേറെ എവിടേക്കും പോകാൻ വേണ്ടി പറ്റില്ല. ഇതിലെ പോയി കഴിഞ്ഞാലും വഴി ഇവിടെ ക്ലോസ് ആയി. അതുപോലെ തന്നെ ഗ്രാമത്തിൽ അവിടെ കണ്ട അവിടെ ഒരു കോവിലുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, വേറെ ഒന്നുമില്ല. ഈ അമ്മ എല്ലാവരോടും വർത്തമാനം പറയണ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. നമ്മളെ കണ്ടപ്പോൾ തന്നെ അമ്മ വന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു എന്താണ് ഏതാണെന്ന് ചോദിച്ചു. നമുക്ക് ഇവിടെയൊക്കെ ഭാഷ ഏറെക്കുറെയൊക്കെ അറിയുന്നു, കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് പിടിച്ചൊക്കെ വേണ്ടി പറ്റുന്നത്. ആന്ധ്രയൊക്കെ കയറി കഴിഞ്ഞാൽ അതിന് കഴിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഫ്രണ്ടിക്ക് ഓല വെച്ച് മേലെ ഷീറ്റ് ഇട്ടാണ്ടുള്ള വീടുകളാണ്. അതുപോലെ ആ വീട് പറ്റ ഓല കഴിഞ്ഞതാണ്. ഞാൻ കേരള ഊർ സുറ്റി പാക്ക വന്നേ. அப்படியா? அந்த பெரிய கோயில்ல போட்டோ எல்லாம் பார்த்துருக்கேன். ராஜா அரமனையெல்லாம் கோழி ரவுண்டில் இருக்கு. ரவுண்டில் கோழி செவரு அமௌண்ட் கோழி எல்லாம் ராஜா கட்டினது. ராஜா அதில் தான் வாழ்ந்ததா? ராஜா அரமனையெல்லாம் இருக்கு. ഉക്കൂടെ വെള്ളം പിടിക്കുക തന്നെയാണ്. എത്ര ഒഴിച്ചു? എത്ര ഇത് ഒഴിച്ചു കൊടുക്കാം? 1.5 വെച്ച് മലക്കോട്ടെ. അതിവിടെ പെരുസാ? ടൂർ வெளியிலேருந்து பஸ் பார்த்தீங்கன்னா டூர் வந்துக்கிட்டு போயிட்டு கும்பல் இருந்தாலும் ஜெயண்டிருக்கும். ഏതായാലും ഗ്രാമത്തിലെ ആളുകൾ പ്രശ്നമൊന്നുമില്ല. അവർ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുക കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ നമ്മൾക്കുള്ള സുഖം എന്താ വെച്ചാൽ നമുക്ക് ഭാഷ അറിയുന്നുള്ളതാണ്. അവർ നമ്മളെ വണ്ടിയൊക്കെ കണ്ടിട്ട് ഇത് തന്നെയാണ് കിടക്കൽ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി.
പിന്നെ ഇപ്പോൾ ഇതുവഴി പോയാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വഴി അങ്ങോട്ടൊന്നുമില്ല, ഇവിടെ അവസാനിക്കുവാണ് ഈ വഴി ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ എന്ന് പറയുന്നത്. ഷീറ്റൊക്കെ ഇട്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പുറത്ത് കിടക്കാം. കാരണം എന്താ വെച്ചാൽ മഴ ഇരിക്കെങ്ക മഴ പാപ്പാ ഉങ്ക വീടാ അത്. ഈ ഏട്ടൻ്റെ വീട്. ഉങ്ക പേരെന്നാണ്? ഉങ്ക പേര്? മുക്കയൻ. ആ, അദ്ദേഹത്തിൻ്റെ വീടാണത്. ഇവിടെ കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം അല്ല. നമ്മുടെ പല ഗ്രാമങ്ങളിലും വിട്ടുപോയൊരു സംഭവമാണ് ഓല മേഞ്ഞ വീടുകളൊക്കെ. അത് നമ്മൾക്കിപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി കൊല്ലങ്കോടൊക്കെ പോകണത്. കൊല്ലങ്കോട് പോയി കഴിഞ്ഞാൽ അത് കുറേ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെയാണിപ്പോൾ ഇത്തരത്തിലുള്ള ഓല മേഞ്ഞ വീടുകളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു മരം അത് ഇവിടുത്തെ എല്ലാ ഏരിയകളിലും ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇവനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഉപകാരിയാണത്. ഇതിൽ ഒരു 3-4 ആൾ വരെ പോവും. അതുപോലെ തന്നെ 3-4 ചാക്ക് കൊണ്ടുപോകും. അങ്ങനെ എല്ലാം കൊണ്ടുപോകും. അതുപോലെ തന്നെ എല്ലാ ഇടയിൽ കൂടെ ഒക്കെ കയറി മറിഞ്ഞ് പോകുന്ന ഒരു വണ്ടിയാണ്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തുന്നത് ഇവർക്ക് ഗുഡ്സായിട്ടും കാറായിട്ടും ബൈക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഏതായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് വെള്ളം എടുത്തു. ഇനി ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോവാം. ഒരു ഗ്രാമം അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൽ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇതന്നെ അവിടെ പോയിട്ട് റോഡ് അവസാനമാണ്. റോഡ് അവസാനിക്കുവാണ്. യൂട്യൂബ് ചാനൽ ഫ്ലോറസ്റ്റ് 71. ഉങ്ക പേര്? ഭുവനേശ്വരി. എത്ര ക്ലാസ് പഠിക്കറേ? 9th. സ്കൂളില്ല? വെക്കേഷനാ? ஓப்பன் ஆகல? ஜூன் 10னா? கேரளாவில் இன்னைக்கு ஓப்பனு. எங்கள் பசங்கள்லாம் இன்னைக்கு நாங்கள் கேரளா. நீங்களும் வலுதாகி பெருசாகி வேலைக்கெல்லாம் போய் அந்த மாதிரி கேரளாவுக்கெல்லாம் வரணும். ஓகே, വെരി ഗുഡ്. കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കോ, നമുക്ക് പിടിച്ചേക്കാൻ കഴിയില്ലേ? ഗ്രാമത്തിലാണ് ആടുകയല്ല, പിള്ളേർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം. ഈ വീട്ടൊക്കെ കഴിഞ്ഞിക്ക ഉണ്ടോ? ഞാൻ വെച്ചരാം. ഇവിടെ ഇത് ഇന്നലെ വെള്ളം എടുത്തില്ലേ, ഞാൻ ആ റൂട്ടിൽ നിന്ന് ഓടിച്ചില്ലേ, ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഒഴുക്കി. അത് കുറച്ച് നേരം ഒരു വേദനയുണ്ട്. ഈ വെയിറ്റ് നല്ലോണ്ടേ, വെയിറ്റ് നല്ലോണ്ടേ വിചാരിച്ചില്ല. ഇത് ഡെയിലി ഒരു പരിപാടി ആക്കണേ വെള്ളം എടുക്കല്. എന്താ നമ്മുടെ ഭാവിയിൽ നമ്മുടെ വണ്ടിയൊക്കെ മാറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നല്ലൊരു ടാങ്ക് ഒരു 50 ലിറ്ററിലും കൊള്ളണം. അതെ അല്ലേ? ഇത് 30ആണ്. 50 ലിറ്റർ കൊണ്ടാൽ നമുക്ക് എന്തായാലും 2 ദിവസം സുഖം നിന്നില്ല. ഇത് പേടിച്ചിട്ടാണ് വെള്ളം കിട്ടൂല എഴുതിയിട്ടാണ് എടുത്തേക്കണേ. നമുക്കിനി അങ്ങോട്ട് പോയാലോ? പുറത്തേക്ക് പോയാലോ? ഓക്കെ, എന്നാ വാ. ഗ്രാമങ്ങളിൽ പൊതുവെ ഇത്തരത്തില് ആളുകളിലെ നമുക്കൊരു മോശമായിട്ടൊരു ഗ്രാമത്തിൽ നിന്ന് തോന്നിയത് ഇപ്പോൾ നമ്മൾ ദിണ്ടിക്കലിൽ നിന്ന് പോന്നപ്പോൾ ഉള്ളൊരു അല്ലേ, അവിടുന്ന് മാത്രമേ ഉള്ളൂ. അതായത് അത് എല്ലാവരും അല്ല, 1-2 പേര് അവര് ഞങ്ങളെ വണ്ടി തടയുന്ന വിഷയമൊക്കെ ഉണ്ടായിണ്. ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കും. അത് വണ്ടി തടയാന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ബൈക്കുകാരനെ ഓട്ടോക്ക് ചെയ്ത് പോയി. അതിൽ ഇയാൾ ഏയ് കേരള വണ്ടിയാണ്, നിപ്പാട്ട് ഏതാ പറയാണ്, ഓണൊക്കെ അടിച്ച് കൂക്കിയിട്ട് ഞാൻ വണ്ടി നിർത്തി. എങ്കിരുന്ന് പറയാ യാർ നീങ്ക എന്നാ പണിക്കിട്ട് ഇരിക്കേ എന്നെ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ. ഞാൻ പറയാണ് എന്താ ഇങ്ങനെ കേട്ട ബസ് അപ്പടിയാ. പിന്നെ ആളുകൾ കൂളായി. ഫസ്റ്റുള്ള ചാടിക്കടിച്ചേ ഉണ്ടാവുള്ളൂ. ആളുകൾ പാവം തന്നെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഒരു DN വണ്ടി ഇതേമാതിരി വരികയാണ്. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളാണെങ്കിൽ തന്നെ ചോദിക്കുമല്ലോ നമ്മള്, എന്തിനാ വന്ന് അല്ലേ? അത് ചോദിക്കാതെ എന്തായാലും നമ്മൾ വിടൂല. അത് ഓരോ നമ്മോട് കൂടി ചോദിക്കുകയാണ്. മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ഇവിടെ പിടിച്ചിക്കാൻ വെക്കും ഈ കാര്യത്തില്. പക്ഷേ എങ്കിൽ നമുക്ക് ഈ ഇനിയിപ്പോൾ നമ്മൾ ആന്ധ്രയിൽ കയറാൻ വേണ്ടി പോവാണ്. അതായത് 3-4 ദിവസം കൊണ്ടൊക്കെ ആന്ധ്രയിൽ കയറുമെന്ന് കരുതുന്നുണ്ട്. കയറിയിട്ടില്ലെങ്കിൽ നമ്മളവിടെ ഉണ്ടാവും. കയറുവാണെങ്കിൽ അവിടെയാണ് ഭാഷ ഇവിടെ നമുക്ക് പിടിച്ചിക്കാൻ വെക്കാത്തത്. അവിടെ മാത്രമല്ല, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ പിന്നെ ഒപ്പിക്കാം. ഹിന്ദിയാണ് തീരെ. മക്കൾ നോക്കി നിങ്ങൾ, മക്കള് ഹലോ എന്നാ പണിക്കിട്ട് ഇരിക്കേ? ഒരു കളിക്കാണ്. അയ്യോ, 1 മണിക്കൂർ എണ്ണാക്കി നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട്.
വണ്ടീൻ്റെ ഡോറ് ഒന്ന് തുറന്നിടണം, കാരണം ചൂട് ഉണ്ടാവും. അതെ, ചൂടായിട്ടുണ്ടാവില്ലേ ദിവസം പിന്നെ ചൂടായിരിക്കണം ഇല്ലേ? ചൂടാകാൻ ചൂടുണ്ട്. പിന്നെ ഇഞ്ചൻ ഞാൻ വല്ലാതെ തുറന്നങ്ങനെ നോക്കലൊന്നുമില്ല. ഇഞ്ചിൻ്റെ പ്രശ്നമൊന്നുമില്ല. ആ പറഞ്ഞ സൗണ്ട് അതിപ്പോഴും ഉണ്ട്. കടക്കൂട്ട അത് മാറ്റമൊന്നുമില്ല. വണ്ടി ന്യൂട്രലല്ലല്ലോ? അല്ല, വണ്ടി ന്യൂട്രലല്ലല്ലോ ചോദിക്കുക. ഇതെന്താ കേട്ടേ? ഇതെന്താ കേട്ടേ? വണ്ടി ഞാൻ തള്ളല്ലേ. ആ വണ്ടി ന്യൂട്രലല്ലല്ലോ. പൊള്ളി കൈയൊള്ളി. എന്തിനാണ് അതിലൊക്കെ കജ്ജറ? എന്താണ് പ്രശ്നം? ഈ വള്ളികളൊക്കെ വള്ളികള് ഇത് അടിക്കണോ കാറ്റ്? അതൊന്നല്ല കുട്ടപ്പോ, അത് നിസ്സാര കേസല്ല. ഈ ഒരു ചെറിയ കേബിൾ ഇവിടെ നിന്ന് അടിച്ച് എന്തുമാത്രം സൗണ്ട് ഉണ്ട് നമുക്ക് ആലോചിച്ചറിഞ്ഞൂടെ? ഒന്നല്ല, വേറെന്തോ കാര്യപ്പെട്ടെന്തോ വിഷയമാണത്. എന്തായാലും ഞാൻ ഈ ട്രിപ്പ് മുഴുവനാക്കി. ഉപ്പു ഈ ട്രിപ്പ് മുഴുവനാക്കാൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ ഇനിയിപ്പോൾ വണ്ടീൻ്റെ അവസ്ഥ, വണ്ടി ഇപ്പോൾ നമ്മൾക്ക് നമ്മളെ യാത്രക്ക് ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ഇവൻ ഉണ്ടാവണം തന്നെ നമ്മളെ ആഗ്രഹം. ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ നമ്മൾ യാത്ര ചെയ്യും അല്ലേ? ഏതായാലും ഞങ്ങൾ ഈ യാത്ര മുഴുവനാക്കും. കഴിച്ചിട്ട് മുഴുവനാക്കാതിരിക്കാൻ പറ്റില്ല. മുഴുവനാക്കൽ നിർബന്ധമാണ്, ആക്കിയിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പോകുന്നേ ഉറപ്പല്ലേ? സത്തമാ സത്യമാ. പിന്നെ ഈ റാഡ് നീളം കൂട്ടിയതൊക്കെ ഞാൻ പറഞ്ഞത്. ക്ലച്ചിൻ്റെ ഈ പീസ് ഇത്രയും വലിപ്പമുള്ള ഈ പീസ്, അതായത് എത്ര ഉണ്ട് ഇത്? നമ്മുടെ എത്ര വലിപ്പമുള്ള പീസ് നമ്മൾ നമുക്ക് വെച്ച് നീളം കൂട്ടിയതാണ്. അതുപോലെ ഇതും നീളം കൂട്ടിയതാണ്. നമ്മളോട് പറയാം ക്ലച്ചിൻ്റെ ഒരു സുഖം ഇപ്പം എന്താ പറയുക, ചവിട്ടാൻ തന്നെ സുഖമാണ്. കാൽമക്ക് അല്ലെങ്കിൽ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പം നല്ല സുഖമാണ്. ഏതായാലും അവിടെ കുറച്ച് നേരം തുറന്നിട്ട് നല്ല രീതിയിൽ ചെറിയൊരു കാറ്റും കാര്യമൊക്കെ ഉണ്ട്. മിക്കവാറും ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ 2 സ്ഥലത്ത് ചോദിച്ചു. അപ്പോൾ അവിടെ ഒന്നും പണിയില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് പറഞ്ഞു ഒരു വേലയുമില്ലേ അപ്പടി അങ്ങനെ പറഞ്ഞു വരും. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കണം, എന്നാലിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആഗ്രഹം പോലെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അത് തഞ്ചാവൂരിൽ നിന്ന് കിട്ടും നോക്കുക. തഞ്ചാവൂർക്കാണ് പോകേണ്ടത്. തഞ്ചാവൂരിൽ നിന്നിട്ട് കിട്ടും നോക്കുക. ചോദിച്ചു നോക്കുക. അതൊക്കെ ഭാവിയിൽ ഓപ്പൺ ആവാനുള്ളതാണ്. എല്ലാത്തിൻ്റെ പണി ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തഞ്ചാവൂരിലേക്കാണ്. തഞ്ചാവൂർ ചോള സാമ്രാജ്യത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചോള രാജാവിനൊന്ന് കാണണം അല്ലേ? എന്നിട്ട് വേണം പറയാം, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനുണ്ട്. ഈ പോക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് നമ്മൾ പറയണം. മൂപ്പർ ചെയ്താ കഴിച്ചിനായി അവിടെ ചെയ്യൂലേ? ചെയ്യാതെ ഞങ്ങൾ ഹൈവേന്ന് ഈ റോട്ടിലൊന്ന് കയറാണ്. ഈ റോട്ടിനൊന്ന് പോയി നോക്കട്ടെ. കുറെ നേരം ഇത് ഹൈവേയിൽ നിന്ന് ഹൈവേയിലേക്ക്. ശരിക്കും തഞ്ചാവൂർക്ക് അതിൽ തന്നെ പോകേണ്ടത്. പക്ഷെ എന്നാലും ഞങ്ങളൊന്ന് പോയി നോക്കല്ലേ, വെറുതെ ഇപ്പൊ രസമല്ലേ? വാട്ട് ഈസ് ദിസ്? നമ്മളതിലാ ഈ ബ്രിഡ്ജും കൂടെ പോയോണ്ടിരിക്കും. ഇത് തീരെ വെള്ളമല്ലല്ലോ അല്ലേ? ഇതെന്ത് സംഭവം? നമുക്ക് ഇവിടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ പോയേക്കാൻ രസമായിരുന്നു. ആഹാ, ഇത് സംഭവം എന്താ മനസ്സിലായോ? ഇതൊരു മനുഷ്യന് നിർമ്മിത കനാലാണ്. ഇങ്ങ എന്നാ പോട്ടിരിക്കാവേ. ഇതൊരു മനുഷ്യ നിർമ്മിത കനാലാണ് ഗൈസ്. എൻ്റെ മക്കളെ അടിപൊളിയാണ്. ഇത് നല്ല ഹൈറ്റടി സ്റ്റെപ്പ് ഇറങ്ങി പോരുമ്പോൾ കാലിന് നല്ലൊരു ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊരു മനുഷ്യ നിർമ്മിത കനാലാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇതിലില്ല എന്നുള്ളതാണ്. ഇത് 1925 1934 കാലഘട്ടത്തിൽ കാവേരി മെട്ടൂർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച തമിഴ്നാട്ടിലെ ഒരു മനുഷ്യ നിർമ്മിത കനാലാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് വരെ ലാൻഡ് ചെയ്യാം. കാരണം ഇത് അത്യാവശ്യം നല്ല നീളം വീതിയൊക്കെ ഉണ്ടല്ലോ മോനെ.
ഇത് കള്ളണൈ അണൈ എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ ഇതിനെ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ തഞ്ചാവൂരിലൂടെ കടന്നു പോകുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തഞ്ചാവൂരിലാണല്ലോ നമ്മളുള്ളത് അല്ലേ. ഇവിടെ മൊത്തത്തിലൊരു ഇരുണ്ട കാലാവസ്ഥയാണ്. മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയും മഴ പെയ്തിരുന്നു അല്ലേ. രാത്രി മഴ. ഇവിടെ വർക്ക് നടന്നുകൊണ്ട് കേട്ടോ. അവിടെ അടുത്ത് ചെറിയൊരു പാലം കൂടി അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നത്. അതിലങ്ങനെ ഈ ബ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്ത്. എന്നാലും ഇതിൽ ഒറ്റ തുള്ളി വെള്ളമില്ലടാ. അതാണ് ഇപ്പോൾ ഇതില്ലേ ഡാമിൽ. എനിക്കാണ് മഴക്കാലത്ത് ഡാമിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് എന്തുണ്ട് അഭിപ്രായം? വെള്ളം കൂടിയോ? പിന്നെ പ്രധാന കനാലിൻ്റെ നീളം എന്ന് പറയുന്നത് 148 കിലോമീറ്ററാണ്. ആകെ 1232 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന 327 ബ്രാഞ്ച് കനാലുകളുണ്ട്. അതിൽ 2.5 ലക്ഷം കരാർ ഭൂമിക്ക് ഈ കനാൽ ജലസേചനം നൽകുന്നുണ്ട്. ജലസേചനം നൽകുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള വെള്ളം ഈ കനാൽ വഴി എത്തുന്നുണ്ട്. അതായത് മെട്രോ ഡാം എനിക്ക് മനസ്സിലായി. നമ്മൾ തമിഴ്നാട് മൊത്തം കറങ്ങി വീരപ്പൻ്റെ അടുത്ത് പോയില്ലേ, പോകുന്ന ബൈക്ക് ഒരു ഡാം ഉണ്ടായിരുന്നില്ലേ, ആ ഡാമിൽ നിന്നാണ്. അതാണ് പറഞ്ഞത്. മെട്രോ ഡാം അറിയണ അവിടെയാണ്. അവിടുന്ന് ഇങ്ങോട്ട് കനാലുണ്ടാക്കി. അത് സംഭവമല്ലോ അല്ലേ. പക്ഷേ നമ്മളവിടെ എവിടെ ഇത് ഇങ്ങനെ കണ്ടില്ല. നമ്മൾ പോരുന്ന ബൈക്ക് എവിടെ ഇത് കണ്ടില്ല. ഇനി പണി കഴിഞ്ഞില്ലേ ഫുള്ള്? ഞങ്ങൾ ഇനി അവിടുത്തെ പണിക്കാരത്തും പോയോട്ടെ. എന്നിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തത വരും. ഇതിപ്പോൾ നമ്മളൊരു ഗൂഗിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാറുള്ളത് നമുക്കറിയാമല്ലോ. ഇത് മെയിൻ റോഡ് ഇതിന് മേലെ കൂടെ പോകുന്നത് അല്ലേ. ഒറ്റ തുള്ളി വെള്ളമല്ല. പക്ഷേ എങ്കിൽ കാണാനൊക്കെ നല്ല മനോഹരമാണ്. എത്രമാനം വലുപ്പത്തിൻ്റെ വീട്. അതിൻ്റെ താഴത്ത് നിന്ന് കഴിഞ്ഞാൽ മഴ തൊഴിച്ചറോ. മഴ പെയ്യണ കൂടി അറിയാതെ ഉറങ്ങണ ആൾക്കാരെ ഞങ്ങൾ പേര് നല്ല സുഖത്തിലൂടെ വരൾച്ച 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 ശംഖ്. അതുകൊണ്ട് പി ഉണ്ടാക്കി അറിയാണ്ടേ. വേണ്ട വേണ്ടെങ്കിൽ വേണ്ട വേണ്ടെങ്കിൽ വേണ്ടടാ. ഇവരിവിടെ വാട്ടർ അതോറിറ്റിയുടെ എന്തോ പരിപാടിയൊക്കെയാണ്. ജലജീവൻ പദ്ധതി ആണല്ലേ. അത് നമ്മളിവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണിയാണെന്നാണ് അവർ പറഞ്ഞത്. ജലജീവനല്ല, വാട്ടർ മേലെ കൂടെ പൈപ്പാണ്, വാട്ടർ ലൈനാണെന്നൊക്കെയാണ്. പക്ഷേ ഇവർ പറയുന്നത് ഇവിടെ തന്നെ തിരുച്ചിയുള്ള ഏതൊരു ഡാമിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ ഇയാൾ ഇവിടേക്ക് അതിൽ വണ്ടി ഇറക്കി. അതിലോ ഈ വണ്ടി ഇറങ്ങി അല്ലേ. ഇവിടെ എവിടെയും ഗ്യാപ്പില്ല. കാരണം അവിടെ എവിടെയെങ്കിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും വണ്ടിയൊക്കെ ഇറങ്ങാൻ കണ്ടിട്ട്. ഇതിങ്ങനെ ഫുള്ള് കോൺക്രീറ്റ് അല്ലേ, താഴത്ത് കൂടെ ചളിയൊന്നും ഇല്ലല്ലോ. ഓ ഇത് കണ്ടോൾ. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും പറയാനില്ല. വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് ഒരു കാര്യം അറിയാം. ഇതിവിടെ തിരുച്ചി ഡാമിലാണെന്നാണ് അവർ പറയുന്നത്. തിരുച്ചിയിൽ ഏതൊരു ഡാമിൽ നിന്നാണ്. ആ ഡാമിൻ്റെ പേരും കൂടി അവർക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ പിന്നെ ഈ വെള്ളം നേരെ വേളാങ്കണ്ണിയിൽ കടലിലേക്ക് പോയി ചേരുവാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ കടലിലേക്ക് വെള്ളം വിടാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഇതുണ്ടാക്കണം. എന്താണ് എനിക്ക് ശരിക്കും ഇതിന് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൂഗിളിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മളുടെ വണ്ടി ഉണ്ട് അവിടെ. വണ്ടിന് ഓരോ ഗ്ലാസ് ചായ പിടിക്കാം നമുക്ക്. ഞങ്ങൾ റസ്ക് ഒക്കെ വാങ്ങിക്കണം. റസ്ക്കും ചായയും റിസ്ക് എടുത്ത് റസ്ക്കും ചായയും കുടിച്ചിട്ട് നമുക്ക് നേരെ തഞ്ചാവൂർ വിടണം. തഞ്ചാവൂരാണ് നമ്മുടെ സ്റ്റേ. നമുക്ക് തഞ്ചാവൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കിട്ടണം. ക്ഷേത്രങ്ങളിലാണ് ഞങ്ങളുടെ സ്റ്റേ. തഞ്ചാവൂർ പട്ടണത്തിൽ തഞ്ചാവൂർ ജില്ലക്കാരി കച്ചേരിക്ക് വരേണ്ടി ജില്ലക്കാരി കച്ചേരിക്ക് വരേണ്ടി. കട്ടൻ ചായയാണ് കൊടൂര സ്ട്രോങ് ആണ്. കട്ടൻ ചായയും റസ്ക്കും അതുപോലെ തന്നെ ഇവിടെ അത് വെച്ച പിന്നെ കിട്ടാൻ ഇവിടെ ഈ ഒരു നാട് തഞ്ചാവൂരിലേക്ക് പോകുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ താഴത്തേക്ക് ഇറങ്ങി പോകാനും പറ്റില്ല. പക്ഷേ എങ്കിൽ വെള്ളം ഇല്ലാത്തപ്പോഴുള്ളൊരു വ്യൂ അതാണത്. ഇനി വെള്ളം ഉള്ളപ്പോൾ ഞങ്ങളിത് വഴി പോവുകയാണെങ്കിൽ വേറൊരു വ്യൂ വരും. വഴുകാതെ ഒരു വലിയ ടൈമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ചായ കൂടി അടിപൊളിയായിരിക്കും അല്ലേ. അടിപൊളിയായിട്ട് നമ്മൾ പോകുന്ന വഴി അവിടെയാണ്. വൈകിടാനേ റസ്ക് സാപ്പിട്രാ. റസ്ക് ഇത് സാപ്പിട്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് 2640 കോടി ചിലവാക്കി ചെയ്തൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഇതിന് ഒരുപാട് ഹർജികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു. ആ ഹർജികളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതായത് ഭൂഗർഭജലയെ
എന്താണ് ഭൂഗർഭജലത്തിൻ്റെ ഊർജ്ജസ്വലതയെ ബാധിക്കുന്നതിനാൽ അതിനെതിരെ പൊതു താൽപ്പര്യ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വല്ലതൊന്നും അറിയില്ല, എന്നാലും പറയണ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അത് ഗൂഗിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇതെന്താ സംഭവം മനസ്സിലായില്ല. എള്ളല്ല വേറെ ആണ് ഇത് അടിച്ചുവിടുണ്ടല്ലോ. എള്ളാണ് എള്ളാണതല്ലേ. ഡയലോഗ് പറയും. ഇതാണ് മക്കളെ എള്ളിനെ കണ്ടോളൂ. അവിടെ അത്ര വാജിക്കാൻ കിട്ടുന്നല്ലേ. ഇവിടെ എള്ള് ഇതാക്കണ മക്കളെ എള്ള് കണ്ടോളൂ. ആ ഇതാണ് മക്കളെ എള്ള് കേട്ടോ, കണ്ടോളി. ഈ കണ്ടിതാ കാണിച്ച എന്താ പറയണ്ട, ഇതാണ്ട് എള്ളിൻ്റെ ആണത്, എള്ളിൻ്റെ കതിര് ഒക്കെ അവിടുന്ന് തൊട്ട് അത് വരെ ഉണ്ട് കേട്ടോ. ഒക്കെ കൊന്നു കൂട്ടി വെച്ചേക്കാണ് എള്ള്. ഓ ഉണ്ട് കുറച്ചൊന്നല്ല, കണ്ടമാനം. നമ്മളെ നാട്ടിൽ എള്ളുണ്ടാക്കണ പോലെ ഒന്നല്ല, അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് റോഡിൻ്റെ ഒരു സൈഡ് എള്ളങ്ങോട്ട് ഉണക്കിയേക്കാം. കിടക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്നിട്ട് ഇവർ 3 പേരുണ്ട്, വലിയൊരു വടിയുണ്ട് ഏട്ടൻ്റെ കയ്യിൽ. ഈ വടി കൊണ്ട് ഇങ്ങനെ അടിച്ചു വിട്ടില്ലേ. ഇത് ഡെയിലി കായ വെക്കുന്നതാ. ആ ഇതേപോലെ കിലോ റേറ്റ് 150 രൂപ. 150 റുപ്യാണ് കിലോന് വില. ഇപ്പോൾ സീസൺ മുടിച്ചിടിച്ചാ? ഇപ്പോൾ സീസണാ? കോട സീസണാ. அப்போ சீசன்ல இது சீசன் எங்க வேலை பார்க்குறீங்க? எங்க ஆட்டோ எங்க வந்திருக்கீங்க? நாங்கள் ஊர் சுற்றி பார்க்க இங்கே தஞ்சாவூர் டெம்பிள் இருக்குல்ல, பெரிய டெம்பிள், அங்கே தான் போய்கிட்டு இருக்கோம். நாங்கள் அப்படியே சென்னை போவோம், அங்கேருந்து பின்ன ஆந்திராக்கு வரைக்கும் போவோம். அப்படி ஊர் சுற்றி பார்க்கறதே வேலையாக இருக்கும். ஓ எல்லாம் எங்கள் ஊரில் இல்லை, நிறைய கிடைக்காது. கொஞ்சம் அப்படி ஏதாவது போட்டால் இந்த மாதிரி பார்க்கல இது வர. ഇത്ര ഉള്ളു. ഞാൻ തേറ്റി കണ്ടില്ല കേട്ടോ. ഞാൻ കണ്ടില്ല. ഇല്ലല്ലോ. കാറ്റടിച്ചിട്ട് തന്നെ ഈ സാധനങ്ങൾ പാറിപ്പോ നോക്കാം. അതാണ് എള്ളിൻ്റെ മരം ഉണങ്ങിയത്. ഉണങ്ങിയ സാധനം ഇതിലൊക്കെ ഉണ്ട്. സാധനം ഇതിലൊക്കെ ഉണ്ട് എള്ള്. അതായത് നിറയെ ഇഷ്ടം പോലെ വെട്ടിക്കൊണ്ടിരുന്ന് കൂട്ടിയിട്ടേക്കുവാണ്. ഇതിൽ എന്തൊരു കാര്യം എന്താ വെച്ചാൽ, സംഭവം ശരിയാണ്, കർഷകരാണ്. പക്ഷേങ്കിൽ റോട്ടിലാണ് ഈ പരിപാടി എന്നുള്ളതാണ്. ഇഷ്ടം പോലെ കയ്യോട് എല്ലാം കൊട്ടുണ്ടോ. ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടാ ഇങ്ങോട്ട്. ഞാനും നോക്കട്ടെ ആദ്യം. അതാക്കണ്. ഓ വാലയാ സാപ്പിടാ. അതായത് കർഷകന്റെ കൈയാണിത്. പണിയെടുക്കണ കൈയാണ്. വേരലൊക്കെ ഉണ്ടോ? ഒട്ടോക്ക ഒക്കെ തയമ്പാണ്. എൻ്റെ കൈയൊക്കെ നോക്ക്. ഇത് തിന്നാൻ വേണ്ടി തന്നോ അവര്? ശരിയാണ്. മൂപ്പരെ പിടിച്ചാലേ വേദനിച്ചു പിടിച്ചാണ് വലിക്കത്. അവരാർക്കും ரமணி ரமணி இங்கேயா வீடு? அந்த போர் செட்டு தான் இருக்குது. அங்கேயா? വീട് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്. അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട് കേട്ടോ, അവിടെ അടുത്ത് തന്നെ. എന്നാ ചെന്നാ പറയാം പോട്ടെ. എന്നാ പോലെ ഒഴിഞ്ഞ പ്രദേശമാണ്, നല്ല കാറ്റാണ്. അതുപോലെ തന്നെ മുന്നിക്ക് നോക്കിയിട്ട് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ മഴ വരുന്നത് കൊണ്ടുള്ള കാറ്റാണ്. നല്ല കാറ്റാണ്. മഴനെ കൊണ്ടുപോകാൻ എന്താ അറിയില്ല. പക്ഷെ മുന്നിലേക്ക് നന്നായിട്ട് ഇരുണ്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഇന്നും മഴയാണെങ്കിൽ ഇന്നും ഒരു സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്താവും അറിയില്ല, കണ്ടറിയാം. മക്കളെ തഞ്ചയിലുണ്ട് ഞങ്ങൾ. തഞ്ചയിൽ അത് കാണുന്നുണ്ടോ? അതാണ് തഞ്ചയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. അതാണ് ബൃഹദേശ്വര ക്ഷേത്രം. ഓക്കെ, ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ഞങ്ങൾ പാർക്കിങ്ങിലാണ്. നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റണമല്ലോ ഇവിടെ. പക്ഷേ അത് പറ്റൂല. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. കണ്ട വലിയ പാർക്കിംഗ് ആണ്. പക്ഷേങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ.
അതിനെ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് വേറെ നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. വേണമെങ്കിൽ വരാൻ പറഞ്ഞാൽ കാണാൻ വേണ്ടി വരാം. മനസ്സിലായി എനിക്ക്? ആ എന്നാൽ പിന്നെ പോവല്ലേ. ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ നാളെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരും. ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ചോള രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണ്, ചോള രാജാവ് കിടന്നുറങ്ങിയ ക്ഷേത്രമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ക്ഷേത്രത്തിന്. ഇത്ര നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് കാവേരി നദിക്കരയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തായാലും നമുക്ക് നാളെ നോക്കാനെ കുറിച്ച് ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം നോക്കട്ടെ ഞങ്ങൾ കേട്ടോ. കപ്പട്ടെ. ഇവിടെ 8 മണി വരെ ഉള്ളൂ, 8:30 വരെ. 8:30 ആയി കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. പിന്നെ 10:30 വരെ ഈ പാർക്കിങ്ങിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകണം. ഇനി നമുക്ക് ഇവിടെ പോയി വെക്കാം. വാടാ കയറടാ, കയറി ചെങ്ങന്മാരെ. എടാ ഉപ്പേ എന്നാ വെച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾ നിൽക്കുന്നതാ ഈ ഒരു സ്ഥലത്താണ്. ഒരു പഴയൊരു പമ്പ് പോലെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ആളോട് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല, നിന്നോളി, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഓണർ വരുമ്പോൾ നിങ്ങൾ റൂം എടുത്തതാണെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ വണ്ടിയിൽ തന്നെ കിടക്കുവാണെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ ബെഡൊക്കെ ഇട്ട് സെറ്റാക്കിയാൽ യാതൊരു പ്രശ്നമില്ല. രാവിലെ നേരത്തെ എണീക്കണം. അങ്ങനത്തെ കുറച്ച് നിബന്ധന പറഞ്ഞിട്ടുണ്ട് മുമ്പിൽ. കുഴപ്പമില്ല. ഇവിടെ തമിഴ്നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, നമ്മൾക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ പമ്പിൽ എന്നാലും പതിവ് പോലെ ചോദിക്കുകയാണ്. 2 എത്ര കീഴ ചോദിക്കുക. നമ്മൾ ചോദിച്ച് വെറുതെ നമ്മൾ നാണം കിടാന്നല്ലാതെ നമ്മളെ ടൈമും വേസ്റ്റ് ആവുക എന്നല്ലാതെ ഒരു പ്രയോജനമില്ല. തരൂല അവർ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ പോലീസുകാരുടെ പ്രശ്നം. അതിൽ നൈറ്റിൽ പെട്രോളിങ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ കള്ളന്മാരുടെ ശല്യം ഭയങ്കരമാണ്. നാട്ടുകാർ പലരും നമ്മളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇനി ഞാനൊരു വീഡിയോയിൽ അവസരം കിട്ടി ചോദിക്കാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ ഞാൻ ചോദിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അതിനെക്കുറിച്ച്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നും ഇവിടെ നൈറ്റ് ലൈഫ് ഒന്നും ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്ര സിറ്റുവേഷനിലാണ് ഞങ്ങൾ തന്നെ നിൽക്കുന്നത്. നമുക്ക് അതിനും കൂടി പറ്റിയ സ്ഥലങ്ങളാകുമ്പോഴാണ് അത് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത നല്ലൊരു വീഡിയോ പറഞ്ഞാൽ നാളെ ഞങ്ങൾ അവിടെ നിന്ന് വിസിറ്റ് ചെയ്തോട്ടെ. പക്ഷേ അവിടെ ക്യാമറ അലോഡ് അല്ലെന്നാണ് അറിഞ്ഞത്. പക്ഷേ എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് കയറി കാണുന്നുണ്ട്. കാരണം അത് ഞങ്ങൾക്ക് കാണണം നിർബന്ധം. പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങും. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ തന്നെ വീഡിയോ സ്റ്റാർട്ടാക്കാം. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.